السلام عليكم ورحمة الله وبركاته. كيف حالكم يا أبطال الصف الثامن؟ هل أنتم مستعدون لدرس اليوم؟ هيا نبدأ. നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകം 13ാമത്തെ പേജാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലെ പഠിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു പോസ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫൗസാന്റെ കഥ പഠിച്ചിട്ടുണ്ട്. ഫൗസാന് ഒരു വിദേശ രാജ്യത്ത് അംബാസഡറായിട്ട് മാറിയ കാര്യം വരെയാണ് നമ്മൾ അവിടെ പഠിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. സാറ ഫൗസാൻ ആയിത്തീർന്നു സഫീർ അൽ ഹിന്ദി, ഇന്ത്യയുടെ അംബാസഡർ, ലദൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ, യുഎഇയിലെ ഇന്ത്യൻ അംബാസഡറായിട്ട് നമ്മുടെ ഫൗസാൻ മാറിയിട്ടുണ്ട്. യൗമൻ, ഒരു ദിവസം, ജറ ഹഫ്ലു തക്രീമിൻ ലഹു ഫി മദ്രസതിഹി, അങ്ങനെ അവനെ അനുമോദിക്കാൻ വേണ്ടി ജറ നടന്നു, ഹഫ്ലു തക്രീം, ഒരു അനുമോദന പരിപാടി, ലഹു അവന് വേണ്ടിയിട്ടുള്ള, ഫി മദ്രസതിഹി അവന്റെ സ്കൂളിൽ വെച്ചിട്ട് അവനെ ഒന്ന് അനുമോദിക്കുകയാണ്. അതിന്റെ പോസ്റ്ററാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. പോസ്റ്ററിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ ഹെഡിങ് കൊടുത്തിരിക്കുന്നു ഹഫ്ലു തക്രീം. ഹഫ്ല് ചടങ്ങ് അല്ലെങ്കിൽ പരിപാടി, തക്രീം അനുമോദനം അല്ലെങ്കിൽ ആദരിക്കൽ. ഹഫ്ലു തക്രീം അനുമോദന ചടങ്ങ് അല്ലെങ്കിൽ ആദരിക്കൽ ചടങ്ങ്. തൊട്ട് താഴെ അതിൻ്റെ ദിവസവും സമയവും കൊടുത്തിട്ടുണ്ട്. യൗമുസ്സുലാസ 24 യൂനിയോ 2025 മിലാദിയ ഫി സാഅത്തി സാനിയ മസാഅൻ, 2025 ജൂൺ 24 യൗമുസ്സുലാസ ചൊവ്വാഴ്ച, ഫി സാഅത്തി സാനിയ 2 മണിക്ക്, മസാഅൻ ഉച്ചക്ക് 2 മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുത്തു, രണ്ടാമത് ഡേറ്റ് കൊടുത്തു, സമയവും കൊടുത്തു. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഖാഅത്തുൽ മദ്രസ, സ്കൂളിന്റെ ഹാള്, ഓഡിറ്റോറിയം. ഖാഅത്ത് ഹാള്, അൽ മദ്രസ സ്കൂളിന്റെ ഓഡിറ്റോറിയം. ഇനി എന്താണോ പ്രധാനപ്പെട്ട പ്രവർത്തനം, അവിടെ നടക്കുന്ന പ്രധാന പരിപാടിയെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. മആലി സഫീർ അൽ ഹിന്ദി ലദൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ സയ്യിദ് ഫൗസാൻ അബ്ദുൽ നാസർ. മആലി സഫീർ, ബഹുമാന്യനായ അംബാസിഡർ, അൽ ഹിന്ദി ഇന്ത്യയുടെ, ലദൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ യുഎഇയിലുള്ള, സയ്യിദ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശ്രീ എന്നോ ഇംഗ്ലീഷിൽ മിസ്റ്റർ എന്നൊക്കെ കൊടുക്കുന്നതിനെയാണ് അറബിയിൽ സയ്യിദ് എന്ന് ചേർത്തിരിക്കുന്നത്. ഫൗസാൻ അബ്ദുൽ നാസർ, അദ്ദേഹത്തിന്റെ പേര് അവിടെ ചേർത്തിരിക്കുന്നു. ദാരിസു സാബിഖ് ഫിൽ മദ്രസത്തി സാനവിയ അൽ ഹുക്കൂമിയ മലപ്പുറം. അദ്ദാരിസ് വിദ്യാർത്ഥിയാണ്, അസാബിഖ് പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഫിൽ മദ്രസത്തി സാനവിയ അൽ ഹുക്കൂമിയ, ഹുക്കൂമിയ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, മദ്രസത്തി സാനവിയ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മലപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം. തൊട്ട് താഴെ ഒരു പ്രത്യേകമായ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക പരിപാടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു മഞ്ഞ ബോക്സിൽ സമയം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അസ്സാഅത്തു സാലിസ മസാഅൻ, വൈകുന്നേരം 3 മണിക്ക്. മുഖാബലത്തു ദാരിസീൻ മഅലി സഫീർ, മുഖാബലത്ത് ഇന്റർവ്യൂ, അദ്ദാരിസീൻ വിദ്യാർത്ഥികളുടെ ഇന്റർവ്യൂ, മഅലി സഫീർ ബഹുമാന്യനായ അംബാസഡറുടെ കൂടെയുള്ള വിദ്യാർത്ഥികളുടെ ഇന്റർവ്യൂ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി. അതും പ്രത്യേകം ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ അദ്ദൗഅത്തു ആമത്തൻ, എല്ലാവർക്കും സ്വാഗതം. ദൗഅത്ത് ക്ഷണിക്കുന്നു, ആമത്തൻ എല്ലാവരെയും പൊതുവായി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇത്രയാണ് നമുക്കൊരു പോസ്റ്ററിൽ വേണ്ടത്. അപ്പോൾ ഒന്നുകൂടി നമ്മളൊന്ന് നോക്കാം എന്തൊക്കെ ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തണം. ഒന്നാമത്തത്
പരിപാടിയുടെ പേര് ഹെഡിങ് വലിപ്പത്തിൽ കൊടുക്കണം. തൊട്ട് താഴെ അതിൻ്റെ ഡേറ്റ്, സമയം എന്നിവ കൊടുക്കണം. അതിനെയും താഴെ മൂന്നാമത്തെ പോയിന്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലമാണ്, വെന്യൂ കൊടുക്കണം. പിന്നെയാണ് നമ്മൾ ആരാണോ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരിപാടി അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. കളർ മാറ്റിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകം ബോക്സിലാക്കിയിട്ടോ കുറച്ച് വലിപ്പത്തിലോ അങ്ങനെ കൊടുക്കാം. ഇനി അദ്ദേഹത്തിനുള്ള പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ഇനി വേറെന്തെങ്കിലും പരിപാടി പ്രത്യേകമായതുണ്ടെങ്കിൽ അതിനെയും ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ എല്ലാവർക്കും സ്വാഗതം എന്നുള്ള പൊതുവായ ഒരു പദവും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴേക്ക് നമ്മൾ വരുമ്പോൾ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നുലാഹിവുൽ മുൽസഖ, പോസ്റ്റർ ശ്രദ്ധിക്കുക, വനുജീബു അനിൽ അസ്ഇല, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഐന ജറാ ഹഫ്ലു തക്രീം. ഐന എവിടെയാണ് ജറാ നടക്കുന്നത്, ഹഫ്ലു തക്രീം അനുമോദന ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? അപ്പോൾ നമുക്കിതിൽ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഖാഅത്തുൽ മദ്റസ, സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം. ഇനി ഏത് സ്കൂളിൻ്റെതാണ് എന്ന് പൂർണ്ണമായിട്ട് ചേർക്കണമെങ്കിൽ അതും നമുക്കിവിടെ സ്കൂളിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. മദ്റസത്തു സാനവിയ അൽ ഹുക്കൂമിയ മലപ്പുറം. ഖാഅത്തു മദ്റസത്തു സാനവിയ അൽ ഹുക്കൂമിയ മലപ്പുറം എന്നും ഉത്തരം കൊടുക്കാം. അല്ല ഖാഅത്തുൽ മദ്റസ എന്ന് മാത്രം വേണമെങ്കിലും കൊടുക്കാം. ഇത് ഈ പോസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ്. രണ്ടാമത് ചോദിക്കുകയാണ്: മൻ ഹുവ ലൈഫു ഷറഫു ഫിൽ ഹഫൽ. മൻ ഹുവ ആരാണ്, ലൈഫ് ഗസ്റ്റ്, ഷറഫ് മുഖ്യ അതിഥി പ്രധാനപ്പെട്ട അതിഥി ആരാണ്, ഫിൽ ഹഫൽ ഈ ചടങ്ങിലെ പ്രധാനപ്പെട്ട അതിഥി ആരാണ്? ഈ ചടങ്ങിലെ പ്രധാനപ്പെട്ട അതിഥി ഫൗസാനാണ്. പക്ഷെ ഫൗസാൻ അവിടെ മുഖ്യാതിഥിയായി വരാനൊരു കാരണമുണ്ട്, അവൻ്റെ പദവിയാണ്. അപ്പോൾ ആ പദവി ചേർത്ത് കൊണ്ട് വേണം നമ്മൾ പറയാൻ. മആലി സഫീറുൽ ഹിന്ദ്, ഇന്ത്യയുടെ അംബാസഡർ, ലദൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ, UAE ഇന്ത്യൻ അംബാസഡർ, സയ്യിദ് ഫൗസാൻ അബ്ദുൽ നാസിർ. ഇത് പൂർണ്ണമായും നമ്മളവിടെ ചേർക്കണം. 2 ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റർ വായിക്കാനും ഒരു പോസ്റ്റർ തയ്യാറാക്കാനും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ മക്കൾ നന്നായിട്ട് ഈ ഭാഗം ഒന്നുകൂടി ആവർത്തിച്ച് വായിച്ചു നോക്കണം. അതുപോലെ ചെറിയ പോസ്റ്റർ നിർമ്മിച്ചു നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.